നമസ്കാരം. ചുരുക്കെഴുത്തിലേക്ക് സ്വാഗതം. ഞാൻ ആശാ കല്യാണി. ജനുവരി ആയതേ ഉള്ളൂ, പക്ഷെ വേനലിൻ്റെ ചൂടിങ്ങെത്തി. ഇങ്ങനെ ചൂട് കാറ്റടിക്കുമ്പോൾ ഒരിറ്റ് തണലാഗ്രഹിക്കാത്ത ഏത് ജീവജാലങ്ങളുണ്ടാകും ഈ ഭൂമിയിൽ? പൊള്ളുന്ന ഈ ചൂടത്ത് കൂലിപ്പണിയെടുത്ത് കുടുംബത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ഒരുത്തന് മരത്തണലും വിയർപ്പാറ്റുന്ന കാറ്റും ഒരനുഭൂതി തന്നെയായിരിക്കും. തൊഴിലുറപ്പിൻ്റെ പൈസയും ഭർത്താവിൻ്റെ കൂലിയും കൊണ്ട് ഒരു മാസം വട്ടമെത്തിക്കാൻ പാടുപെടുമ്പോൾ ചിലപ്പോൾ പൊരിവെയിലിലും റോഡിലൂടെ നടന്നു പോകേണ്ടി വരുന്ന ഒരുത്തിക്ക് വഴിയോരത്തെ തണൽമരം എന്താശ്വാസമായിരിക്കും. ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ഞാൻ എൻ്റെ തണലിടങ്ങളെപ്പറ്റി ഓർക്കുന്നത്. അപ്പോൾ മനസ്സിലേക്ക് വന്ന കാര്യങ്ങൾ അങ്ങനെ എഴുതി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. എൻ്റെ തണലിടങ്ങൾ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഈ വീട് എനിക്കേറെ പ്രിയപ്പെട്ടതാണ്. കാരണം ഇതെന്നെ എന്നിലേക്ക് തന്നെ നടത്തിക്കുന്നു. ഞാൻ എൻ്റെ എല്ലാ തിരക്കുകളിൽ നിന്നും എല്ലാ മനുഷ്യരിൽ നിന്നും ഒഴിഞ്ഞ് ശാന്തമായ ഇവിടം ആസ്വദിക്കുകയാണ്. വേനൽ കൊടും വെയിലാളിത്തിളയ്ക്കുന്നു, മീനം കിടാങ്ങൾക്കൊഴിവുകാലം. ഏത് കവിതയിലെ വരികളാണെന്നോ എത്രാം ക്ലാസ്സിൽ പഠിച്ചതാണെന്നോ ഓർമ്മയില്ല. പക്ഷേ ഈ വരികൾ മാത്രം ഇന്നും മനസ്സിൽ മായാതെ നിൽക്കുന്നു. ഇവിടെ വടക്കുവശത്തിരുന്നാൽ നല്ല തണലും കാറ്റുമാണ്. ഈ ഭാഗത്ത് ധാരാളം മരങ്ങളുണ്ട്. ആഞ്ഞിലിയും പ്ലാവുമാണ് ഏറെ. ഭയങ്കര പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന അവയുടെ പച്ചപ്പിനിടയിലൂടെയാണ് ഞാൻ എൻ്റെ മരങ്ങളെ ഓർമ്മിക്കുന്നത്. അപ്പുറത്തെ റബ്ബർ മരങ്ങളുടെ പച്ചിലച്ചാർത്തിനിടയിലൂടെ കാണുന്ന തെളിഞ്ഞ നീലാകാശമാണ് കുട്ടിക്കാലത്തിലേക്ക് എന്നെ കൊണ്ടുപോയത്. വെയിലും തണലും തീർക്കുന്ന നേർത്ത ഇരുട്ടുപോലെയാണ് എനിക്ക് ആ ഓർമ്മകൾ. മരങ്ങളുടെ നിഴലുകൾ ആടുന്ന പോലെ പല മനുഷ്യരും മുഖമില്ലാത്തവരായി മനസ്സിലൂടെ കടന്നു പോകുമ്പോഴും എന്നിലെ മരങ്ങൾ അവയുടെ ശക്തമായ വേരുകളാഴ്ത്തി പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു, ഒരിക്കലും വിട്ടുപോകാത്ത ഓർമ്മകളായി. തണലിനോടും മരങ്ങളോടും ഞാൻ എന്നേ ഗാഢമായ അടുപ്പത്തിലാണ്. തായ്വേരിലൊരുത്തിയുടെ ഹൃദയമിടിക്കുന്നു എന്ന കൂട്ടുകാരൻ്റെ വരികൾ വായിച്ചപ്പോഴും അത് ഇത്രത്തോളം തീവ്രമാണെന്ന് അറിഞ്ഞിരുന്നില്ല. എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ മധുരമുള്ള ഓർമ്മകളിൽ ഏറിയ പങ്കും മരങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്നതെനിക്ക് പുതിയൊരു തിരിച്ചറിവായിരുന്നു. ഞങ്ങളുടെ പഴയ കുടുംബ വീട്ടിൽ ധാരാളം മരങ്ങളുണ്ടായിരുന്നു. 3-4 പേർ കൈവിടർത്തി പിടിച്ചാൽ മാത്രം തായ്തടിയെ പൊതിയാൻ കഴിഞ്ഞിരുന്ന കൂഴപ്ലാവും, ചെറിയ തേൻവരിക്കയും, 3 ആണ്ടിലൊരിക്കൽ കായ്ക്കുകയും തേനിൻ്റെ മധുരമുള്ള മാമ്പഴങ്ങൾ തന്ന് എന്നെ ആ ചോട്ടിൽ തളച്ചിടുകയും ചെയ്തിരുന്ന മൂവാണ്ടൻ മാവും, വിളയും മുന്നേ കായ്ഫലം പുഴു കൊണ്ടുപോകുന്ന പാവം കിളിച്ചുണ്ടനും, കുരുമുളക് വള്ളി പടർന്നു കയറി തന്നെ ശ്വാസം മുട്ടിച്ചിട്ടും പരാതി ഏതുമില്ലാതെ നിന്നിരുന്ന ആഞ്ഞിലിപ്ലാവും, ഇളം കരിക്കിന് വേണ്ടി മാത്രം നട്ടുവളർത്തിയ ചെറു തെങ്ങും, അരിമുല്ല വള്ളികൾ പടർന്നു കയറി പൂ ചൂടി നിന്ന അടയ്ക്കാമരവും, കന്യക ചവിട്ടിയാൽ കാലം മറന്നും പൂക്കുന്ന ശോകമില്ലാത്ത അശോകവും ചേർന്ന് സമ്പുഷ്ടമായ തണലിടങ്ങൾ എനിക്ക് സമ്മാനിച്ചു. അമ്മൂമ്മയ്ക്ക് അസുഖം കൂടിയതിനെ തുടർന്നുണ്ടായ ആശുപത്രി ചിലവുകൾ വഹിക്കാൻ വേണ്ടിയാണ് അവയെ തടിക്കച്ചവടക്കാർക്ക് കൊടുത്തത്. അശോകവും അടയ്ക്കാമരവും തെങ്ങുകളും മൂപ്പത്താത്ത ചില മരങ്ങളും മാത്രമാണ് പിന്നീട് ശേഷിച്ചത്. തിരിച്ചെത്തിയപ്പോൾ കണ്ട ഈ കാഴ്ച എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. ആണ്ടോടാണ്ട് നടത്തിയിരുന്ന കുരുമുളക് കച്ചവടവും അങ്ങനെ അവസാനിച്ചു. അന്നൊക്കെ കുരുമുളകെടുക്കാൻ ഒരാൾ വീട്ടിൽ വരുമായിരുന്നു. വിളവെടുക്കുമ്പോൾ ഞാൻ അമ്മൂമ്മയോടൊപ്പം കൂടും. കാരണം കുരുമുളക് ചവിട്ടാൻ നല്ല രസമാണ്. അങ്ങനെ തിരിയിൽ നിന്ന് വേർപെടുത്തിയ കുരുമുളക് മുറ്റത്ത് കൂട്ടിയിടും. ശേഷം അതിൻ്റെ തിരി നടവഴിയിൽ കൊണ്ടുപോയിടും. എത്രയേറെ ആളുകൾ അതിൽ ചവിട്ടുന്നോ അത്രയേറെ വിളവ് അടുത്ത കൊല്ലം ഉണ്ടാവുമെന്നാണ് വിശ്വാസം. ഇത്തരം ആചാരങ്ങൾ നാട്ടുമ്പുറങ്ങളിൽ ഇന്നും മുറതെറ്റാതെ നടന്നു പോരുന്നു. അയൽവക്കത്തെ പറമ്പിൽ റബ്ബർ തൈ നട്ടപ്പോൾ അതിന് വെള്ളം കോരി നനച്ച് വളർത്തിയത് ഞാനാണ്. അന്ന് എനിക്കത് ഏറെ ഇഷ്ടമുള്ള ജോലിയായിരുന്നു. മുതിർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അവയോടുള്ള ഇഷ്ടം കുറഞ്ഞു. നനച്ച് വളർത്തിയതൊക്കെ മറന്നു. കാരണം ആ പറമ്പുമായി ഉണ്ടായിരുന്ന വളരെ വലിയ ആത്മബന്ധം മുറിഞ്ഞു പോയത് അവിടെ റബ്ബർ നട്ടതുകൊണ്ടാണെന്ന് തിരിച്ചറിവായി കഴിഞ്ഞു. റബ്ബർ നടുന്നതിന് മുമ്പ് അവിടം പറങ്കാന്തോട്ടമായിരുന്നു. കൂട്ടത്തിൽ തെങ്ങുകളും ഒരു പേഴും കൂടിയുള്ള ആ പറമ്പായിരുന്നു ഞങ്ങളുടെ പ്രധാന കളിസ്ഥലം. ഞങ്ങൾക്കന്ന് സ്കൂളിൽ ശേഖരണ ബുക്ക് കാണിച്ചാൽ പ്രത്യേകം മാർക്ക് കിട്ടും. അതിനുവേണ്ടി പക്ഷിത്തൂവലുകളും പലതരം ഇലകളും നാണയങ്ങളും സ്റ്റാമ്പുകളും ശേഖരിച്ചിരുന്നു. ഇങ്ങനെ ശേഖരിക്കുന്ന വസ്തുക്കൾ ബുക്കിലൊട്ടിക്കുന്നതിന് ഞങ്ങൾ സാധാരണ നാട്ടിൻപുറത്തെ കുട്ടികൾ പറങ്കാവിൽ നിന്ന് വരുന്ന ഒരു തരം പശയാണ് ഉപയോഗിച്ചിരുന്നത്. അതായിരുന്നു ഞങ്ങളുടെ അന്നത്തെ ഫെവിക്കോൾ. പറമ്പിലെത്തിയാൽ പിന്നെ മരത്തിൻ്റെ ചാഞ്ഞ കൊമ്പിൽ തൂങ്ങിയാടുക,
ചുണ്ണാമ്പ് വള്ളി എന്ന് പറയപ്പെടുന്ന ഒരുതരം കാട്ടുവള്ളി കൊണ്ട് ഊഞ്ഞാല് കെട്ടി ആടുക, എത്തുന്ന കൊമ്പിലെല്ലാം വലിഞ്ഞു കയറുക, ഇതൊക്കെയാണ് കളികൾ. കുംഭം മീനം മാസങ്ങളാണെങ്കിൽ ഐസ് വാങ്ങാനുള്ള കാശുണ്ടാക്കാനും പറങ്കാവുകൾ തന്നെ സഹായിച്ചു. 10 പറങ്ങാണ്ടി കൊടുത്ത് ഐസ് വാങ്ങിയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ അന്ന് മരക്കൊമ്പുകളിൽ വലിഞ്ഞു കയറിയിരുന്നത് കൊണ്ട് എനിക്ക് കിട്ടിയ ഓമന പേരാണ് മരം കയറി മറിയ. പറങ്കാങ്ങ കഴിച്ചാൽ വെതിര് വരും, കച്ചിയിൽ കിടന്ന് മറിഞ്ഞാൽ ദേഹം ചൊറിഞ്ഞു തെണുക്കും എന്നിങ്ങനെയുള്ള അറിവുകൾ ഞാൻ സ്വന്തം അനുഭവത്തിലൂടെ നേടിയതാണ്. പറങ്കാങ്ങ പറിച്ചും മാങ്ങ പറക്കിയും ചുണ്ണാമ്പ് വള്ളി ഊഞ്ഞാല് പൊട്ടി വീണും എത്രയെത്ര അവധിക്കാലങ്ങളാണ് ആ മരച്ചോടുകളിൽ കഴിഞ്ഞു പോയത്. റബ്ബർ നടും വരെ അവിടെ ഞങ്ങളുടെ സ്വർഗമായിരുന്നു. പേഴുമരത്തിനോട് ഇഷ്ടം തോന്നുന്നത് അതിൻ്റെ പൂവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. ഒരുതരം രൂക്ഷഗന്ധമുണ്ടായിരുന്നെങ്കിലും നേർത്ത ചന്ദന നിറവും ചുവപ്പും ചേർന്ന ആ പൂവുകൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. കളിക്കുമ്പോൾ മിക്കപ്പോഴും എൻ്റെ കൊച്ചു വീട് ആ മരച്ചോട്ടിലാണ്. പേഴിൻ്റെ കാ കൊണ്ട് ഞങ്ങൾ വണ്ടി ഉണ്ടാക്കി കളിക്കും. എൻ്റെ ചുറ്റുവട്ടത്തു നിന്നും പേഴ് അപ്രത്യക്ഷമായിട്ട് 10-15 വർഷമായി. ഇപ്പോൾ എങ്ങും ആ മരം കാണാനേയില്ല. എന്താണെന്നറിയില്ല. പക്ഷേ പേഴും അതിൻ്റെ പൂവും എൻ്റെ ഓർമ്മയിൽ നിന്ന് എങ്ങും പോയിട്ടില്ല. ആ പറമ്പ് റബ്ബർ കയ്യേറിയതിൽ പിന്നെ കളികളെല്ലാം സ്വന്തം മുറ്റത്തായി. അപ്പോഴേക്കൊക്കെ അമ്മയും ഞാനും കുടുംബ വീട്ടിൽ നിന്നും മാറി പുതിയ വീട് വെച്ചിട്ടുണ്ടായിരുന്നു. മൺകട്ട കെട്ടിയ ഓലപ്പുര വീടായിരുന്നു അത്. അതിൻ്റെ മുറ്റത്ത് 3-4 തേക്കും ഒരു പറങ്കാവും അരണമരമെന്ന നാട്ടുപേരിൽ അറിയപ്പെട്ടിരുന്ന അക്കേഷ്യയും പിന്നാമ്പുറത്ത് 3 തെങ്ങും ഒരു പ്ലാവും ഉണ്ടായിരുന്നു. അന്ന് മൂപ്പെത്താത്തതിനാൽ മാത്രം രക്ഷപ്പെട്ടവരാണവർ. അക്കേഷ്യയുമായി അത്ര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ പറങ്കാവും തേക്കും നല്ല ചങ്ങാതിമാരായിരുന്നു. ഓണത്തിന് പറങ്കാവിലാണ് ഊഞ്ഞാലിട്ടിരുന്നത്. ഞാൻ ബാലരമ വായിച്ചിരുന്നതും മനോരമ വായിക്കാൻ തുടങ്ങിയതും അതിൻ്റെ ചോട്ടിൽ കിടന്നാണ്. അന്നൊക്കെ പറങ്കാവിൻ്റെ ഇല പൊഴിഞ്ഞു വീഴുന്ന ശബ്ദം പോലും ഞാൻ ആസ്വദിച്ചു. പലപ്പോഴും എന്നെ മനോരാജ്യങ്ങളിൽ നിന്ന് ഉണർത്തിയത് ആ ശബ്ദങ്ങളായിരുന്നു. തേക്കുമരം പൂവിടുന്ന സമയത്ത് മാത്രം ഞാൻ അവയോട് കലഹിച്ചു. കാരണം വെളുത്ത കുഞ്ഞു പൂക്കൾ തറയിൽ വീണ് കിടന്നാൽ മുറ്റം തൂക്കാൻ ഭയങ്കര പാടാണ്. അപ്പോഴുണ്ടാകുന്ന അരിശം മുഴുവൻ ഞാൻ അവയോട് തന്നെ തീർത്തു. ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ വീട് അനുവദിച്ച് കിട്ടിയപ്പോൾ അതിൻ്റെ പണിക്കൊക്കെ വേണ്ടിയാണ് മരങ്ങൾ മുറിക്കുന്നത്. അപ്പോഴും പടിഞ്ഞാറേ മുറ്റത്തെ തെങ്ങുകളും പ്ലാവും മാത്രം അവശേഷിച്ചു. അശോകം എനിക്ക് എന്നേ അന്യമായിരുന്നു. വസ്തു ഭാഗം ചെയ്തപ്പോൾ അയൽവക്കത്തെ പറമ്പിലായ അത് തീപ്പൊള്ളലേറ്റാണ് മരിച്ചത്. നാടുവിട്ടുള്ള പഠനവും ഹോസ്റ്റൽ ജീവിതവും തുടങ്ങിയപ്പോൾ ഞാൻ അവയെല്ലാം മറന്നു. ചുറ്റിനുമുണ്ടായിരുന്ന ജീവജാലങ്ങളുടെ ഭാഷ പോലും മറന്നു. തേക്കിനെ കെട്ടിപ്പിടിക്കുമ്പോൾ കിട്ടിയിരുന്ന ആനന്ദവും അതിൽ ചാരിയിരിക്കുമ്പോൾ കിട്ടിയിരുന്ന ആശ്വാസവും മറന്നു. തേക്കുമായി കൂടുതൽ അടുപ്പത്തിലാവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരിക്കൽ എവിടെ നിന്നോ ഒരു മൂങ്ങയമ്മ വന്ന് വലിയ തേക്കിൻ്റെ പൊത്തിൽ മുട്ടയിട്ടു. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പറക്കുമുറ്റും വരെയും അവരവിടെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് മുകളിലാണെങ്കിലും പൊത്തിലിരിക്കുന്നവരെ കാണാൻ പറ്റും. ആ മൂങ്ങ കുഞ്ഞുങ്ങളെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ വേഗം കൂട്ടായി. പുതിയ വീട് പണി തുടങ്ങിയതോടെ ആ കഥകൾക്കും തിരശീല വീണു. ജോലി കിട്ടിയതിനു ശേഷം വല്ലപ്പോഴും മാത്രമേ നാട്ടിൽ വരാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അന്ന് കൂട്ടുണ്ടായത് പടിഞ്ഞാറേ മുറ്റത്തെ പ്ലാവാണ്. എന്തെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് വായിക്കും. അയൽക്കാരുടെ മുറ്റത്തേക്ക് കരിയില വീഴുന്നു, പഴുത്ത ചക്ക അടർന്നു വീഴുന്നു എന്നിങ്ങനെയുള്ള പരാതികൾ കാരണം അമ്മ അത് മുറിക്കാൻ പ്ലാനിട്ടു. അതിൻ്റെ പേരിൽ ഞാനും അമ്മയും പലപ്പോഴും വഴക്കുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഒടുക്കം അമ്മ തന്നെ ജയിച്ചു. കല്യാണം കഴിഞ്ഞ് ഞാൻ ഇങ്ങ് പോന്ന ശേഷം എന്നോ ഒരിക്കൽ അമ്മ അത് വെട്ടി വിറ്റു. എനിക്ക് എൻ്റേത് മാത്രമായിരുന്ന അവസാനത്തെ തണലിടവും നഷ്ടമായി. മരത്തണലുകൾ നഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടോ? എങ്കിൽ അതൊരു തീരാ നഷ്ടമായി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു കോണിലുണ്ടാവും. എന്നെങ്കിലും ഒരിക്കൽ ആ ഓർമ്മകൾ നിങ്ങളെ ആ മരച്ചോട്ടിൽ തനിച്ചു നിർത്തും. സൂര്യനെയും കാറ്റിനെയും കൂട്ടുപിടിച്ച് മരങ്ങൾ നടത്തുന്ന നിഴൽ നാടകങ്ങൾ നിങ്ങൾ അപ്പോഴേ കാണൂ. ഇത് എത്ര മനോഹരമെന്ന് അത്ഭുതപ്പെടുമ്പോൾ തന്നെ ഇലച്ചാർത്തിലൂടെ കാണുന്ന ആകാശ നീലിമ നിങ്ങളുടെ കണ്ണുകളെ കൊതിപ്പിക്കും. പക്ഷെ അപ്പോഴേക്കും
ഓർമ്മകളിൽ നിന്ന് നിങ്ങൾ ഉണർന്നിരിക്കും. ചിലപ്പോൾ നെഞ്ചിലൊരു ഭാരം തോന്നാം. പക്ഷെ പേടിക്കേണ്ട, അതൊരിക്കലും മാറില്ല. നമുക്ക് ചുറ്റും തണൽ തീർക്കുന്ന മരങ്ങളില്ലാത്ത കാലത്തോളം നമ്മൾ വേദനിച്ചു കൊണ്ടിരിക്കും. കാരണം ഒരു മരം വളർന്ന് തണൽ വിരിക്കാൻ പതിറ്റാണ്ടുകൾ വേണമെന്ന തിരിച്ചറിവ് നമുക്കിപ്പോൾ വന്നു കഴിഞ്ഞു.